ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദിൻ വഅലാ ആലി സയ്യിദിന മുഹമ്മദ്. പ്രിയപ്പെട്ട പഠിതാക്കളെ, SGOU BA അഫ്ളലുൽ ഉലമ സെക്കൻഡ് സെമസ്റ്ററിലെ ഹിസ്റ്ററി ഓഫ് അറബിക് ലിറ്ററേച്ചറിലെ ചില ഭാഗങ്ങൾ നാം കഴിഞ്ഞ ക്ലാസ്സുകളിൽ വായിക്കുകയുണ്ടായി. ഇതൊരു ചെറിയ ഒരു ഭാഗം കൂടെ അതിനോട് ചേർത്ത് വായിക്കുകയാണ്. ഇൻഷാ അല്ലാഹ് അടുത്ത ക്ലാസ്സുകളിൽ കുറച്ച് കൂടുതൽ വായിച്ച് വിശദീകരിക്കാം എന്ന് വിചാരിക്കുകയാണ്. അല്ലാഹുൽ മുവഫിഖ്. കുറച്ച് ഭാഗങ്ങളെങ്കിലും നാം വാക്കായി വേർഡ് ബൈ വേർഡായി അർത്ഥം മനസ്സിലാക്കി ആശയം മനസ്സിലാക്കി പഠിച്ചു പോകുമ്പോൾ ഭാഷാപരമായിട്ടുള്ള കുറച്ചുകൂടി ഉയർച്ച നമുക്ക് കൈവരിക്കാൻ സാധിക്കും. പ്രത്യേകിച്ച് എക്സാമിനൊക്കെ നമുക്ക് സ്വന്തമായി നമ്മുടെ ഭാഷയിൽ, അതായത് അറബ് ഇൻഷാഇനുള്ള ഒരു കഴിവ് നമുക്ക് വർദ്ധിക്കുക കൂടി ചെയ്യും. അതിന് കുറേ വാക്കുകൾ അറിയണം, അതിൻ്റെ സ്ട്രക്ചറുകൾ മനസ്സിലാക്കണം. അപ്പം അതിന് വാക്കായിട്ട് പരമാവധി അങ്ങനെ അർത്ഥം പഠിച്ചു പോവുക എന്നുള്ളത് നല്ലതാണ്. എനിവേ, അൽ ഖതാബത്തു നൗഉം മിൻ അൻവാഇൻ നസ്രിൽ ഫന്നിയി വകാനത്തിൽ ഖതാബത്തു ഫിൽ അസ്രിൽ ജാഹിലിയി تعقد في الأسواق والمحافل والوفود على الملوك والأمراء. الخطابة പ്രഭാഷണം نوع من أنواع النثر الفني, കലാപരമായ ഗദ്യസാഹിത്യത്തിൻ്റെ വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനമാണ് ഖതാബത്ത്, പ്രഭാഷണം അല്ലെങ്കിൽ പ്രസംഗം എന്നൊക്കെയുള്ളത്. എന്ന് പറഞ്ഞൊരു ഇനം, മിൻ അൻവാഇൻ വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട ഒരു ഇനം, അല്ലെങ്കിൽ വ്യത്യസ്ത ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനം. നസ്ർ എന്ന് പറഞ്ഞാൽ ഗദ്യം, നമ്മളതിൻ്റെ അർത്ഥം പറഞ്ഞു പോയിട്ടുണ്ട്. അന്നസ്രിൽ ഫന്നി കലാപരമായ ഗദ്യസാഹിത്യത്തിൻ്റെ ഇനങ്ങളിൽ നിന്നുള്ള ഒരു ഇനമാണ്. വകാനത്തിൽ ഖതാബത്തു ഫിൽ അസ്രിൽ ജാഹിലി, ഖതാബത്ത് ആയിരുന്നു, ഈ പ്രഭാഷണം ഫിൽ അസ്രിൽ ജാഹിലി, ജാഹിലിയ കാലഘട്ടത്തിൽ അതായിരുന്നു. തുഅഖദു നടത്തപ്പെടാറുണ്ട്. ഫിൽ അസ്വാഖ്, എവിടൊക്കെയാണ് ഈ പ്രഭാഷണങ്ങൾ നടത്തപ്പെടാറുള്ളത്? ഫിൽ അസ്വാഖ്, സൂക്കുകളിൽ, സൂക്കിൻ്റെ പ്ലൂരലാണ് അസ്വാഖ്, മാർക്കറ്റുകളിൽ. വൽ മഹാഫിലി, സമ്മേളനങ്ങളിൽ. വൽ വുഫൂദി അലൽ മുലൂക്കി വൽ ഉമറായി, നേതാക്കന്മാരുടെയും രാജാക്കന്മാരുടെയും അരികിലെത്തുന്ന ദൗത്യ സംഘങ്ങളിൽ. വുഫൂദ്, വഫ്ദിൻ്റെ പ്ലൂരലാണ് വുഫൂദ്, ദൗത്യ സംഘങ്ങൾ. അലൽ മുലൂക്കി, രാജാക്കന്മാരുടെ അരികിലെത്തുന്ന. വല്ലുമറായി, നേതാക്കന്മാരുടെയൊക്കെ അരികിൽ വരുന്ന വഫ്ദുകളുണ്ടല്ലോ, ദൗത്യ സംഘങ്ങൾ. ഇതിലൊക്കെയാണ് പ്രഭാഷണങ്ങൾ സാധാരണഗതിയിൽ ജാഹിലിയ കാലത്ത് നടത്തപ്പെടാറുള്ളത്. കാനത്ത് മുഹിമ്മത്തുഹ, അതിൻ്റെ ദൗത്യം ആയിരുന്നു. എന്താണ് ഈ പ്രഭാഷണം കൊണ്ട് അവർ ഉദ്ദേശിച്ച ഒരു മുഖ്യമായ ഒരു സംഗതി? അതിൻ്റെ ദൗത്യം എന്താണ്? കാനത്ത് മുഹിമ്മത്തുഹ, അതിൻ്റെ ദൗത്യം ആയിരുന്നു. അന്നുസ്ഹ, സതുപദേശമായിരുന്നു. വൽ ഇർഷാദ, നേർവഴി കാണിക്കലുമായിരുന്നു. നേർവഴി പറഞ്ഞു കൊടുക്കുക, നേർവഴി കാണിച്ചു കൊടുക്കുക. വദ്ദഅവ, ക്ഷണിക്കുക, അതുപോലെ തന്നെ ആഹ്വാനം ചെയ്യുക എന്നും അതിനർത്ഥമുണ്ട്. ആ സന്ദർഭം അനുസരിച്ച് അർത്ഥം ശരിയാക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഈ പ്രഭാഷണം കൊണ്ടുള്ള അതിൻ്റെ അതിൻ്റെ ഏറ്റവും മുഖ്യമായിട്ടുള്ള അതിൻ്റെ ലക്ഷ്യം അല്ലെങ്കിൽ അതിൻ്റെ ദൗത്യം എന്തായിരുന്നു? നുസ്ഹ്, സതുപദേശങ്ങൾ. ഇർഷാദ്, നേർവഴി കാണിക്കൽ, സദ്വഴി കാണിച്ചു കൊടുക്കൽ. വദ്ദഅവ, ക്ഷണിക്കൽ. എന്തിലേക്ക് ക്ഷണിക്കുക അല്ലെങ്കിൽ എന്തിന് ആഹ്വാനം ചെയ്യുക? ഇലാ ഹാലത്തി സിൽമി, സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ക്ഷണിക്കുക. വ മുഹാവലത്തി ഹഖ്നി ദിമായി, രക്തച്ചൊരിച്ചിലിനെ തടയാനുള്ള ശ്രമത്തിലേക്കും ക്ഷണിക്കുക. മുഹാവലത്തറ ശ്രമം,
ഹഖൻ എന്ന് പറഞ്ഞാൽ തടയുക, അദ്ദിമ എന്ന് പറഞ്ഞാൽ രക്തച്ചൊരിച്ചിലിനെ തടയുക. സഫ്കുദ്ദം എന്നും പറയുന്നതിനെ രക്തച്ചൊരിച്ചിലിനെ പറയാം സഫ്കുദ്ദമി എന്നാണ്. അപ്പോൾ രക്തച്ചൊരിച്ചിലിനെ തടയുക. അപ്പുറത്തങ്ങനെ വദ്ദഅവ ക്ഷണിക്കുക അല്ലെങ്കിൽ ആഹ്വാനം ചെയ്യുക. എന്തിലേക്ക്? ഇലഹാലത്തി സിൽമി സമാധാനത്തിൻ്റെ അവസ്ഥയിലേക്ക് ജനങ്ങളെ ക്ഷണിക്കുക. വ മുഹാവലത്തി ശ്രമിക്കലിൻ്റെയും പരിശ്രമത്തിൻ്റെയും അവസ്ഥയിലേക്ക്. എന്തിനു വേണ്ടിയിട്ടുള്ള പരിശ്രമം? വ മുഹാവലത്തി ഹഖനി ദിമായി രക്തച്ചൊരിച്ചിലിനെ തടയുക. ഹഖൻ എന്ന് പറഞ്ഞാൽ തടയുക. അപ്പോൾ ഈ പ്രഭാഷണങ്ങളൊക്കെ ചെയ്തിരുന്നത് എന്തിനാണ്? ആളുകളെ നേർവഴിക്ക് നയിക്കാൻ, അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കാൻ. സംഘർഷഭരിതമായ സമയങ്ങളിൽ അല്ലെങ്കിൽ കലാപകലുഷിതമായിട്ടുള്ള സമയങ്ങളിൽ സമാധാനത്തിലേക്ക് ആഹ്വാനം ചെയ്യുക, സമാധാനത്തിലേക്ക് ക്ഷണിക്കുക. രക്തച്ചൊരിച്ചിലുണ്ടാകുമ്പോൾ, യുദ്ധങ്ങളുണ്ടാകുമ്പോൾ, പോരാട്ടങ്ങളുണ്ടാകുമ്പോൾ അതിനൊക്കെ തടയിടുക. ഇതൊക്കെയായിരുന്നു ഇതിൻ്റെ ദൗത്യം. അതുമാത്രമായിരുന്നില്ല, വ കദാലിക ഇപ്രകാരം അത്തഫാഖുറു ഫഖർ അതായത് അഭിമാനം പ്രകടിപ്പിക്കൽ, വത്തഹരീൽ പ്രേരിപ്പിക്കൽ, അലൽ ഖിത്താലി യുദ്ധത്തിൻ്റെ മേൽ. അപ്പോൾ യുദ്ധഭരിതമായ അല്ലെങ്കിൽ സംഘർഷഭരിതമായ സന്ദർഭങ്ങളെ ഇല്ലാതാക്കാൻ, അതിനെ തടയിടാനും ഈ പ്രഭാഷണം ഉപയോഗിച്ചിരുന്നു. അതുപോലെ തന്നെ യുദ്ധങ്ങൾ ചെയ്യാനും ചില സന്ദർഭങ്ങളിൽ രാജ്യങ്ങൾക്ക് അവരവരുടെ സുരക്ഷിതത്വം ഉറപ്പാക്കാൻ വേണ്ടിയിട്ട് പോരാട്ടങ്ങളിലേക്ക് കടക്കേണ്ടി വരും. അപ്പോൾ ആ പോരാട്ട സമയങ്ങളിൽ അവരെ പ്രേരിപ്പിക്കണം അതിന്. അപ്പോൾ അതിനും ഈ പ്രഭാഷണങ്ങൾ ഉപയോഗിച്ചിരുന്നു. വത്തഹരീദു അലൽ ഖിതാൽ യുദ്ധത്തിൻ്റെ മേലിലുള്ള പ്രേരണ, ഇതൊക്കെയും ഇതിൻ്റെ പ്രഭാഷണത്തിൻ്റെ ദൗത്യമായിരുന്നു, പ്രധാനപ്പെട്ട കാര്യങ്ങളായിരുന്നു. ഇനി അടുത്തൊരു പോയിന്റ് പറയാണ്, മുഅ്ളമുൽ ഖതാബത്തി അല്ലത്തി വസലത്ത് ഇലൈന നമ്മിലേക്ക് എത്തിച്ചേർന്ന അധികം പ്രഭാഷണങ്ങളും വളരെ കൂടുതൽ പ്രഭാഷണങ്ങളും. മുഅ്ളം പറഞ്ഞാൽ വളരെ കൂടുതൽ, ഖതാബത്തിന് പ്രഭാഷണം, അല്ലത്തി എങ്ങനെയുള്ളത്, വസലത്ത് അതെത്തിച്ചേർന്നു, ഇലൈന നമ്മിലേക്ക്. അപ്പം നമ്മിലേക്ക് എത്തിച്ചേർന്ന വളരെയധികം പ്രഭാഷണങ്ങളും മിനൽ അസ്രിൽ ജാഹിലിയത്തിൽ നിന്ന്, ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള, അതാണ് നമ്മിലേക്ക് എത്തിച്ചേർന്ന എന്ന് പറഞ്ഞാൽ, നമ്മിലേക്ക് എത്തിച്ചേർന്നിട്ടുള്ള എന്ന് പറഞ്ഞാൽ നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രഭാഷണങ്ങളിലധികവും യഗ്ലിബു അലിഹ അതിൽ നിറഞ്ഞു നിന്നിരുന്നു സജ് എന്ന് പറഞ്ഞാൽ അന്ത്യപ്രാസമുള്ള പ്രഭാഷണങ്ങൾ. യഗ്ലിബു എന്ന് പറഞ്ഞാൽ മികച്ചു നിൽക്കുക, അധികരിച്ചു നിൽക്കുക. അപ്പോൾ അതിൽ നിറഞ്ഞു നിന്നത് അല്ലെങ്കിൽ അധികരിച്ചു നിന്നത് എന്താണെന്നറിയോ? സജ് ആണ്. ആ ജാഹിലിയ കാലഘട്ടത്തിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രഭാഷണങ്ങളൊക്കെ നോക്കിയാൽ അത് അന്ത്യപ്രാസമുള്ള മനോഹരങ്ങളായിട്ടുള്ള പ്രഭാഷണങ്ങളായിട്ട് കാണാൻ കഴിയും. ഞാനൊരു ഉദാഹരണം പറയാം. നമ്മൾ കഴിഞ്ഞ ഒരു ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ട്, ഈ ജാഹിലിയ കാലഘട്ടത്തിലെ ഖുതബയിലെ, ഖത്തീബിൻ്റെ പ്ലൂരലാണ് ഖത്തീബ് എന്ന് പറഞ്ഞ പ്രഭാഷകന്മാരിലെ വളരെ പ്രസിദ്ധനായ ഒമിൻ അഷ്ഹുരിൽ ഖുതബഇ ഖസ്സുബ്നു സാഇദ, ഖുസ്സുബ്നു എന്നും വായിക്കാറുണ്ട്, ഖസ്സുബ്നു എന്നും വായിക്കാറുണ്ട്. ഖസ്സുബ്നു സാഇദ അൽ ഇയാദി, അയാളുടെ ഒരു സ്പീച്ച്, ആ സ്പീച്ചിൻ്റെ ഒരു ഭാഗം നമുക്ക് വായിക്കാൻ കിട്ടും. അത് ഇങ്ങനെയാണ്: അയ്യുഹന്നാസ് ഇസ്മഉ മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആതിൻ ആത്. കണ്ടോ, ഓരോ ലൈനിൻ്റെയും അവസാനം നമ്മൾ നോക്കുന്നുണ്ട്. ഈ അതിൻ്റെ സജ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ മൻ ആശ മാത വമൻ മാത ഫാത വകുല്ലു മാ ഹുവ ആതിൻ ആത്. അതായത് നമ്മൾ വായിക്കുമ്പോൾ അതിൻ്റെ സൗണ്ടിന് സൗണ്ട് ഒരേപോലെ തോന്നുന്ന, വാക്കുകൾ വ്യത്യസ്തമായിരിക്കാം, പക്ഷെ സൗണ്ട് ഒന്നായിരിക്കും. കണ്ട, മാത്ത ഫാത്ത ആത്ത്. നമുക്കിതിൻ്റെ അർത്ഥം കൂടി ഒന്ന് പറഞ്ഞു വെക്കാം. ജനങ്ങളെ,
നിങ്ങൾ ശ്രദ്ധിച്ച് കേൾക്കുക. മൻ ആശ മാത്ത, ജനിച്ച ഒരുത്തൻ അല്ലെങ്കിൽ ജീവിച്ച ഒരുത്തൻ, മാത്ത അവൻ മരിച്ചു പോകും. വമൻ മാത്ത മരിച്ചുപോയാൽ ഫാത്ത അതോടെ എല്ലാം കഴിഞ്ഞുപോയി. അതായത് അയാളുടെ ഈ ഭൂമിയിലെ അല്ലെങ്കിൽ ഭൗതികമായിട്ടുള്ള എല്ലാം കഴിഞ്ഞുപോയി. മരിച്ചു പോയാൽ അത് കഴിഞ്ഞു. വകുല്ലു മാ ഹുവ ആത്തിൻ ആത്ത്, വരാനുള്ളതെല്ലാം വരിക തന്നെ ചെയ്യും എന്നാണ്. അദ്ദേഹത്തിൻ്റെ ഖസ്സുബ്നു സഈദ് അൽ ഇയാദി എന്ന പ്രഭാഷകൻ്റെ പ്രഭാഷണത്തിലൊരു ശകലാണിത്. ഇത് ഉദാഹരണത്തിന് വേണ്ടി പറഞ്ഞതേ ഉള്ളൂ. അതായത് ജാഹിലിയ അസ്റിൽ നിന്ന് നമുക്ക് ലഭ്യമായിട്ടുള്ള പ്രഭാഷണങ്ങളിൽ അധികവും മുഅല്ലമുൽ ഖുത്ബയിൽ നിന്ന് അധികവും ഇപ്രകാരം ഉള്ളതായിരുന്നു. അടുത്തൊരു പോയിന്റ്, കാനലി കുല്യ കബീലത്തിൻ, എല്ലാ ഗോത്രങ്ങൾക്കും ഉണ്ടായിരുന്നു ഖത്തീബുൻ, ഒരു പ്രഭാഷകൻ ഉണ്ടായിരുന്നു. പ്രസിദ്ധനായ അല്ലെങ്കിൽ ഒരു വൈദഗ്ധ്യമുള്ള ഒരു പ്രഭാഷകൻ ഉണ്ടാകും. കമകാന ഉണ്ടായിരുന്നത് പോലെ ലിക്കുല്യ കബീലത്തിൻ, എല്ലാ ഗോത്രത്തിനും ഷാഇറുൻ, ഒരു കവി ഉണ്ടായിരുന്നത് പോലെ, എല്ലാ ഗോത്രത്തിലും ഒരു വൈദഗ്ധ്യമുള്ള ഒരു നല്ലൊരു കവി ഉണ്ടായിരുന്നത് പോലെ ഒരു പ്രഭാഷകനും എല്ലാ ഗോത്രത്തിലും ഉണ്ടായിരുന്നു. വമിൻ അഷ്കുരി ഖുതബാഇൽ അറബി, അറബി പ്രഭാഷകന്മാരിലെ പ്രസിദ്ധരായവരിൽ പെട്ടവരാണ് ഫിഹാദൽ അസ്ർ, ഇക്കാലഘട്ടത്തിലെ അതായത് ജാഹിലിയ കാലഘട്ടത്തിലെ അറബി പ്രഭാഷകന്മാരിലെ പ്രസിദ്ധരായവരിൽ പെട്ടവരാണ് ഖസ്സുബ്നു സഈദ് അൽ ഇയാദി, നമ്മളിപ്പോൾ പറഞ്ഞ ആൾ. വ അക്സം ഇബ്നു സൈഫി അത്തമീമി വ അംർ ഇബ്നു മഅദി കരിബ വ കഅബ് ഇബ്നു ലുഐ വ ഖൈസ് ഇബ്നു സുഹൈർ വൽ ഹാരിസ് ഇബ്നു അബ്ബാദിൽ ബക്കരി, ഇങ്ങനെ തുടങ്ങിയിട്ട് പ്രഗത്ഭരായിട്ടുള്ള കുറേ പ്രഭാഷകന്മാരുണ്ടായിരുന്നു. വസതഅതി, പിന്നീട് വരുന്നുണ്ട്, നമാദിജുൻ, ഉദാഹരണങ്ങൾ എന്ന് അർത്ഥമുണ്ട്. സന്ദർഭത്തിനനുസരിച്ച് ചിലയിടത്ത് മാതൃകകൾ എന്നും അതിന് അർത്ഥം വരും, സൂചനകൾ എന്നും അർത്ഥം വരും. അങ്ങനെയൊക്കെയുള്ളൊരു പദമാണത്. വസതഅതി, പിന്നീട് വരുന്നുണ്ട്, നമാദിജുൻ, ഉദാഹരണങ്ങൾ വരുന്നുണ്ട്, മിൻ ഖുതബിഹിം, അവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള, പ്രസിദ്ധരായ കുറേ പ്രഭാഷകന്മാരെ ഇപ്പോൾ ഇവിടെ പറഞ്ഞല്ലോ, ആ പ്രഭാഷകന്മാരിൽ നിന്നുള്ള പല ഉദാഹരണങ്ങളും വരുന്നുണ്ട്. ഫിൽ വഹ്ദത്തിൽ ഖാദിമ, ഇനി വരാനിരിക്കുന്ന യൂണിറ്റിൽ. വഹദത്തന യൂണിറ്റ്, ഖാദിമത്തന ഇനി വരാനുള്ള യൂണിറ്റുകളിൽ കാണാൻ പറ്റും ഇവരുടെ പ്രഭാഷണങ്ങളിൽ നിന്നുള്ള മാതൃകകൾ.